ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് കാന്തപുരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയുണ്ടായി. വലിയൊരു കൂടിക്കാഴ്ച തന്നെ നടക്കുകയും ചെയ്തു. എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു സമുദായ നേതാവ്, അതായത് മർത്തോമാ സഭയുടെ അധിപൻ. അദ്ദേഹം വളരെ രസികനും എല്ലാ മതസ്ഥരുമായിട്ടും വലിയ ബന്ധം നിലനിർത്തിയിരുന്ന ആളാണ്. മാർ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ നരേന്ദ്രമോദിയെ കാണാൻ പോയിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനങ്ങ് ഡൽഹി ചെന്നപ്പോൾ എൻ്റെ കൂടെ ഒരു സഹായിയും കൂടെ ഉണ്ടായിരുന്നു. സഹായിയെ മോദി അങ്ങ് മാറ്റി എൻ്റെ കയ്യിലങ്ങ് കയറി അങ്ങ് പിടിച്ചു, എന്നെ അങ്ങ് കയ്യിലെടുത്തു, അത് ഞാൻ അടിവരയിട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ കാന്തപുരം നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കാം സംഭവിച്ചത്, എന്ത് സംഭവിക്കും? എനിക്ക് അക്കാര്യത്തിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാനുണ്ട്. അക്കാര്യത്തിൽ സവിശേഷമായിട്ടൊന്നും തന്നെ പറയാനില്ല. കാരണം ലോകത്തിന് ശ്രദ്ധേയനായ, ഭാരതത്തിൽ പ്രധാനിയായ ഒരു വ്യക്തി ഏത് സമുദായത്തിലാണെങ്കിലും ഏത് ശ്രേണിയിലാണെങ്കിലും ഏത് തലത്തിലാണെങ്കിലും ബഹുമാന്യനായ ഒരു വ്യക്തി ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായും അറിയാവുന്ന ആളാണ് നരേന്ദ്രമോദി. അവിടെ ഈ നരേന്ദ്രമോദി അതിനുവേണ്ടി ഒരു എഫർട്ടല്ല, അത് നരേന്ദ്രമോദിയുടെ സ്വാഭാവികമായ പ്രതികരണമാണ്. അതങ്ങ് പറഞ്ഞ ഞാൻ വേറെ ആദരിക്കുന്ന ക്രിസ്തോസ് തിരുമേനിയുടെ കാര്യത്തിലാണെങ്കിലും കാന്തപുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ പത്മഭൂഷൺ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്ന് പത്മാവാദികൾ വാങ്ങിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കാലത്തോട്ട് തൊഴാൻ ചെന്ന ആ പ്രായാധിക്യമുള്ളൊരു മനുഷ്യനുണ്ടല്ലോ, അതെ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നരേന്ദ്രമോദി എടുക്കുന്ന സമീപനം സ്വാഭാവികമാണ്. അവിടെ വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്നത് അതിലും രാഷ്ട്രീയം കാണാനും അതിലും കുത്തിത്തിരിപ്പിന് അവസരം നോക്കാനും ഒക്കെ ശ്രമിക്കുന്നവരുടെ മനസ്സുകളിലാണ്. അല്ലാതെ ഭാരതീയ ചിന്തയുടെ രീതിയിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരോടും സഹിഷ്ണുതയോട് പെരുമാറുന്ന ഒരു വിചാരധാരയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി, അതിൽ പരിശീലനം തേടിയ നരേന്ദ്രമോദി ഒരിക്കലും ആരോടെങ്കിലും വിരോധഭാവമോ ആരോടെങ്കിലും വൈരാഗ്യഭാവമോ വയ്ക്കുന്നൊരു വ്യക്തിയല്ല. അതാണ് നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശേഷം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെല്ലുമ്പോഴും മോദിക്കുണ്ടാവുന്ന സ്വീകാര്യതയുടെ കാരണവും. ഇന്നലെ ഞാൻ ഒരു ഇൻ്റർവ്യൂ കിട്ടും, ഞാൻ രാജ്യത്തിൻ്റെ പേര് മറന്നുപോയി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രി, അദ്ദേഹം തന്നെ പറയുന്നത് മോദി ഇടപെടലുകൾ കൊണ്ട് ലോകത്തിന് പുതിയൊരു മാർഗനിർദ്ദേശം നൽകിയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങ് ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും എന്ന് കരുതാൻ കാരണം? അല്ല, പറയുന്നുണ്ട്, കാന്തപുരം പറഞ്ഞു, ഭാരതത്തിൽ മുസ്ലിങ്ങൾ വളരെ സ്വൈര്യത്തോടു കൂടി കഴിയുകയാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്യം മതിയല്ലോ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ. അതുപോലെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിനകത്തൊക്കെ ഈ കാന്തപുരം മോദി കൂടിക്കാഴ്ച ഒരു വിഷയമായി കൂടെ? ഞാനതിനെ അങ്ങനെയല്ല കാണുന്നത്. അത് വിഷയമാകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അതൊരു സ്വാഭാവിക കൂടിക്കാഴ്ച. ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് അത് ഹജ്ജിന് പോകുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനാണെങ്കിലും ഒരിക്കലും ഒരു തടസ്സവും മോദി വന്ന ശേഷം ഉണ്ടായിട്ടില്ല. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പരിശ്രമം. എല്ലാവരുടെയും പരിശ്രമം ഉണ്ടാവണം, എല്ലാവരുടെയും വികാസം ഉണ്ടാവണം, എല്ലാവരുടെ ഒപ്പം ഞാനും ഉണ്ടാകും. കൂടെ ഒന്നുകൂടെ പറഞ്ഞു, ജിസ്കാ കോഹി നഹി ഉസ്കാ മോദി ഹോത്ത്. ആരുടെ കൂടെയാണ് ആരുമില്ലാത്തത്? ചോദിക്കാനും പറയാനും ഇല്ല, ആരുമില്ലാത്ത ആളുകളോടൊപ്പം മോദി ഉണ്ടാകും തന്നെയാണ് മോദിയുടെ ഉറപ്പ്. അതാണ് പ്രധാനപ്പെട്ട മോദിക്ക് ഗ്യാരണ്ടി.
ഇപ്പം നമ്മളൊരു ചെറിയ വിഷയം ഒന്ന് മാറിപ്പോവുക. ഭാരതത്തിൽ നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. അവരാരെങ്കിലും ഈ ബധിരന്മാർ, അംഗവൈകല്യം വന്ന ബധിരന്മാർ, ഇപ്പോഴവരെ ഭിന്നശേഷിക്കാരെന്നാണ് വിളിക്കുന്നത്, അവർക്ക് പരസ്പരം സംസാരിക്കേണ്ടത് ആംഗ്യഭാഷയിലാണല്ലോ. ഈ ആംഗ്യഭാഷ പഠിച്ച ഒരു മലയാളി ബധിരനായ വ്യക്തി, അല്ലെങ്കിൽ സംസാരിക്കാനും കഴിവില്ലാത്ത ഒരു വ്യക്തി ഡൽഹിയിൽ ചെന്നാൽ അവിടെ ആംഗ്യഭാഷയിൽ സംസാരിക്കുമ്പം കേരളത്തിലെ പഠിത്തം കൊണ്ട് പറ്റുന്നില്ല. അവിടുത്തെ ആംഗ്യഭാഷ വേറെ, എല്ലാ ആംഗ്യഭാഷയാണ്. പഞ്ചാബിൽ ചെന്നാൽ വേറെ ആംഗ്യഭാഷ, കൽക്കട്ടയിൽ വേറെ ആംഗ്യഭാഷ. ഇങ്ങനെ പാടില്ല. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ആംഗ്യഭാഷ ഉണ്ടാവണമെന്ന് ഒരു പ്രധാനമന്ത്രി ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവമല്ലേ. മോദി അക്കാര്യത്തിൽ താല്പര്യം കാണിച്ചു. ഇന്നലെ അതേ ലാംഗ്വേജിലാണെന്നോ അതേ ആംഗ്യഭാഷയിലാണ് ഇന്നലെ മോദിയുടെ ആ AI കോൺഫറൻസിലെ പ്രസംഗത്തെ ആംഗ്യഭാഷയിലും അവതരിപ്പിച്ചതാണ്. അവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി. ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മാനസിക ഭാവവും രീതിയുമാണ് മോദി കാണിക്കുന്നത്. ഇതിനർത്ഥം എല്ലാവരെയും ഉൾക്കൊള്ളാം എന്ന് കരുതുമ്പം, അതിൻ്റെ ഹൃദയവിശാലത കാണിക്കുമ്പം ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസമുള്ള സമൂഹത്തെ അവഗണിക്കുന്നതിന്, അവഹേളിക്കുന്നതിന്, അരികവൽക്കരിക്കുന്നതിന് രാഷ്ട്രീയമായി അജണ്ട ഉണ്ടാക്കി ആരെങ്കിലും ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ അജണ്ടയുമായി വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അത് സോണിയയാണെങ്കിലും രാഹുലാണെങ്കിലും പ്രിയങ്കയാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും സതീശനാണെങ്കിലും, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ടും നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുള്ളവർക്ക് APJ അബ്ദുൽ കലാമിനെ സ്വീകരിക്കാൻ കഴിഞ്ഞത്. വേണ്ട, കേരളത്തിലെ നമ്മുടെ അദ്ദേഹത്തിന് ഡോക്ടർ PC അലക്സാണ്ടർ, APJ അബ്ദുൽ കലാമിന് മുമ്പ് ഡോക്ടർ PC അലക്സാണ്ടറെയാണ് രാഷ്ട്രപതിയാക്കാൻ നോക്കിയത്. അതെ അതെ. സോണിയയ്ക്ക് ഭയം വന്നു. കാരണം PC അലക്സാണ്ടർ പ്രസിഡന്റ് ആയാൽ എനിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റില്ല. പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്രിസ്ത്യനാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ താല്പര്യം നഷ്ടപ്പെടുന്നു കണ്ടിട്ട് അന്ന് പ്രധാനമന്ത്രി മോഹം മനസ്സിലുണ്ടായിരുന്ന സോണിയയാണ് ഡോക്ടർ PC അലക്സാണ്ടർ എന്ന മലയാളിക്ക് രാഷ്ട്രപതിയാകാൻ അവസരം കൊടുക്കാതിരുന്നത്. ആ ഘട്ടത്തിലാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ലോകം അംഗീകരിക്കുന്ന വ്യക്തിയെ സ്വീകരിച്ച് രാഷ്ട്രപതിയാക്കുന്നതിന് അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകൂടം തയ്യാറായതും സാധിച്ചതും. അതേ രൂപത്തിൽ തന്നെ മതത്തിൻ്റെയോ ജാതിയുടെയോ, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രേണിയുടെയോ ഒന്നും കള്ളികളിൽ ആളുകളെ കാണാതെ ഭാരതീയനെന്നും ഭാരതത്തിൻ്റെ ഉത്തമപുത്രനെന്നും കണക്കാക്കാൻ കഴിയുന്നവരെ സ്വീകരിക്കാനും അംഗീകരിക്കാനും വളർത്താനും ആദരിക്കാനും സന്നദ്ധത സദാ പ്രകടിപ്പിക്കുന്ന ഒരു ഭാരതത്തിൻ്റെ മാതൃക ആയി മാറാൻ കഴിയുള്ള വ്യക്തിത്വമാണ് നരേന്ദ്രമോദിയുടേത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു തരത്തിലുള്ള ഒരു വിവേചനത്തിനും മോദി തയ്യാറായിട്ടില്ല. അങ്ങ് ഇലക്ഷൻ്റെ കാര്യം, കേരളത്തിലെ കാര്യം എടുത്തു പറഞ്ഞു. പക്ഷെ അതെന്തായാലും അക്കാര്യത്തിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്നതല്ലേ. അവരുടെ ഈ കൂടിക്കാഴ്ച ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദൂരവ്യാപക ഫലം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് കേരളം വർഗീയമായി, ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയമായ വേർതിരിവ് ഉണ്ടായിക്കഴിഞ്ഞ സ്ഥലമാണ് കേരളം. കേരളത്തിലെ രാഷ്ട്രീയമാണ് എന്നും 1957 മുതൽ ഇന്ന് വരെ തനി വർഗീയതയുടെ പേരിൽ, തനി ജാതീയതയുടെ പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും അതിനെപ്പോലും പ്രതികരിക്കാതെ ജാതിയും മതവും വർഗവും നോക്കി വോട്ട് ചെയ്തവരാ കേരളീയര്. ആ കേരളത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും കാന്തപുരവും നരേന്ദ്രമോദിയും കൂടെ സന്ദർശനത്തെ ശരിയായിട്ട് ഉൾക്കൊള്ളുകൊണ്ട് യഥാർത്ഥ മതേതരവാദികൾ, അല്ലെങ്കിൽ സർവധർമ്മ സമഭാവനയെ അംഗീകരിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം
ഒരു ചെറിയ ശതമാനമെങ്കിലും മനസ്സിലാക്കി അത് മോദിയുടെ രാഷ്ട്രീയത്തിനൊപ്പം പോകും എന്ന് ഞാനും കണക്കൂട്ടുന്നുണ്ട്. പക്ഷെ അതല്ല മോദിയുടെ ലക്ഷ്യം. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പരിണത ഫലം എന്ന് മാത്രം കണ്ടാൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയാണ് ആവശ്യമില്ലാത്ത ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ അജണ്ടയുമായി പോവാതെ രാഷ്ട്രീയത്തെ ദേശീയതയുടെയും രാഷ്ട്ര പുരോഗമനത്തിൻ്റെയും ദൃഷ്ടിയിലൂടെ കാണാനും ഭാരതം എന്ന സങ്കല്പത്തെ സ്വാഭാവികമായും ഇവിടെ നമുക്ക് ഭരണഘടന അനുസരിച്ചിട്ട് എല്ലാ മതങ്ങൾക്കും എല്ലാ ധർമ്മങ്ങൾക്കും തുല്യമായ പരിഗണനയ്ക്കുള്ള അർഹതയുണ്ട്. പക്ഷെ അതിനെ സംഘടിതരായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം, ഞങ്ങൾ വരയ്ക്കുന്ന വരയുടെ രാഷ്ട്രം പോകണം എന്ന് പറയുന്ന തരത്തിൽ വളച്ചൊടിച്ചുകൊണ്ട് തീവ്ര വർഗീയവാദത്തിൻ്റെ വഴിയിലേക്ക് ആര് പോയാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഭാഗം അത്. വേറൊരു ഭാഗം ഇതൊക്കെ പറയുമ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല? അതെ, അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളിൽ എന്തുകൊണ്ട് ഇല്ല? നമുക്ക് ഒരു കേന്ദ്ര സഹമന്ത്രിയെ പോലും ഇക്കാര്യത്തിനകത്ത് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ കോൺഗ്രസ്, ഇവരൊക്കെ കേരളത്തിലെ മന്ത്രിസഭ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരിക്കാൻ അവസരം കിട്ടാൻ പോകുന്നതിന് കിട്ടുകയെന്ന് വിചാരിക്കുക. അവരാരെയാ മന്ത്രിയാക്കുക? അവർ ഇലക്ഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിനു മുമ്പ് അവരുടെ കൂടെ നിന്ന അണികളിൽ അവരോടൊപ്പം നിൽക്കുന്നവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സാധ്യതയുടെ കണക്കാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു. ആ സ്ഥാനാർത്ഥിയാക്കുന്ന ആളെ MP ആവത്തുള്ളൂ. അപ്പം തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വേണ്ടി UDF തയ്യാറാകും. അവരും ബന്ധമുണ്ടല്ലോ. അല്ലെങ്കിൽ മദനിയെ സ്ഥാനാർത്ഥിയാക്കിയേക്കാവുന്നും പിണറായി കരുതുമോ? ഇല്ലല്ലോ. അത് അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ആറന്മുള വീണ ജോർജിനെ നിർത്തിയതുപോലെ ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് കയ്യിൽ കിട്ടിയ ക്രിസ്ത്യൻ മുസ്ലിം വർഗീയവാദികളെയൊക്കെ നിർത്തും. സമ്മതിച്ചു. അല്ലാതെ തങ്ങൾക്ക് സ്വാധീനം ഉള്ള മേഖലയിൽ, തങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള മേഖലകളിൽ എവിടെയെങ്കിലും അവരെ തങ്ങളുടെ പാർട്ടിയുടെ കേഡറിൽപ്പെടാതെ തങ്ങളുടെ പാർട്ടിയിൽ കുറച്ചു കാലമെങ്കിലും പ്രവർത്തിക്കാത്തവരെ, അങ്ങോട്ട് വരുന്നവരെ അല്ലാത്തവരെ അവര് MP-യോ MLA-യോ പഞ്ചായത്ത് മെമ്പറോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ആക്കാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ വഴിയേ ഉള്ളൂ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിന് മോദിയുടെയോ മോദി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭരണ കേന്ദ്രങ്ങളിൽ പ്രാധാന്യം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ചേരണം. മോദിയോടൊപ്പം വ്യാപകമായ തോതിൽ ഈ പറഞ്ഞ ജനവിഭാഗങ്ങൾ, മുസ്ലിം ജനവിഭാഗങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളാണെങ്കിലും വ്യാപകമായ തോതിൽ ചേർന്ന ശേഷം പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ പരാതി വരാൻ അർഹതയുണ്ട്. അബ്ദുള്ള കുട്ടിയെ MP ആയിട്ട് വിജയിപ്പിക്കാൻ കഴിയില്ല. അബ്ദുൽ സലാം സാറിനെയും ജയിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ജോർജ് കുര്യൻ ഇപ്പൊ വന്നു. ജോർജ് കുര്യനെ ഒരു മണ്ഡലത്തിൽ നിന്ന് MP ആക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, പ്രാതിനിധ്യം കൊടുത്തില്ലെന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ന്യായമുള്ളത്? ഇതൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം. എങ്കിലും പ്രധാനമന്ത്രിയും കാന്തപുരവും തമ്മിൽ കണ്ട ആ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്, ആ നല്ല രാഷ്ട്രീയ സംഭവ വികാസം, അത് ഭാരതത്തിൻ്റെ ഒരുമയ്ക്കും ധർമ്മനിരപേക്ഷതയ്ക്കും ശക്തമായ അടിത്തറ പ്രദാനം ചെയ്യുന്നതിനുള്ള സാഹചര്യമായി വളരട്ടെ. ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന വർഗീയത കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പ്, അതിലും പ്രത്യേകിച്ച് ഹിന്ദുവിരുദ്ധ വർഗീയതയും ന്യൂനപക്ഷ പ്രീണന വർഗീയതയും രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാക്കി മാറ്റിയിട്ടുള്ള സോണിയയുടെയും രാഹുലിൻ്റെയും പിണറായി വിജയൻ്റെയും
MA ബേബിയുടെയും ഒക്കെ ആ സങ്കല്പത്തിൽ വ്യത്യസ്തമായി സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ് എന്ന് കരുതുന്ന രാഷ്ട്രീയത്തിന് ഭാരതത്തെ നാളെ മുന്നോട്ട് നയിക്കാൻ കഴിയണം. അതിനുള്ള തുടക്കമായി വേണം ഈ കൂടിക്കാഴ്ച കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.